നിസാര കാര്യത്തിന് വേണ്ടി പോയിട്ട് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഫാഷനാണ്. എന്താണെന്നല്ലേ, ജീവനൊടുക്കൽ, അതുപോലെ തന്നെ ഭയപ്പെടുത്തൽ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, നിനക്ക് ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് മണ്ണെണ്ണ എടുത്ത് വയ്ക്കൽ, ഇങ്ങനെയുള്ള വിഷം കുടിക്കൽ, ഇങ്ങനെയുള്ള ചില കലാപരിപാടികൾ ചില കുടുംബങ്ങളിലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഞാൻ കാണിച്ചു തരാം, എന്നെ ഓർത്ത് നീ പിന്നെ കരയണം എന്നുള്ളൊരു മനോഭാവമാണ് ഇതിന് പുറകിൽ. അല്ലാതെ വേറെ ഒന്നുമല്ല. 15 വയസ്സായ ഒരു ചെറുക്കൻ, അവൻ എവിടെയോ പോകുമ്പോൾ അമ്മച്ചി പറയുന്നു അവനോട് പോകണ്ട എന്ന്. അത് കേൾക്കാതെ അവൻ പറയുന്നത് ഞാൻ പോകുമെന്ന്. നീ പോകരുത് മോനെ എന്ന് അമ്മ. നീ പോയി കഴിഞ്ഞാൽ ഞാനിത് ചെയ്യുമെന്ന് അമ്മ. എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്തോന്ന് മകൻ. അങ്ങനെ മകൻ ഇറങ്ങിപ്പോകുന്നു. അമ്മ അടുക്കളയിലേക്ക് കയറുന്നു. അവിടെ ഉണ്ടാകുന്ന മണ്ണെണ്ണക്കേന് തുറക്കുന്നു. അതിൽ നിന്നും കുറച്ചെടുത്ത് മുകളിലേക്ക് ഊറ്റുകയാണ്. അതിനുശേഷം തന്നെ തീപ്പെട്ടി വരച്ചിട്ട് ഇപ്പം ഞാൻ കത്തിക്കുമെന്ന് പറയുമ്പോഴേക്ക് അതെങ്ങനെയോ അങ്ങ് പാളുകയും ചെയ്തു. ഏതായാലും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്നുറങ്ങുന്ന ഭർത്താവ്, ആ മനുഷ്യൻ പോയിട്ട് ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴെന്തായി എന്നറിയാം, രണ്ടാളും കൂടി ഒരുമിച്ച് അങ്ങ് മേലേക്ക് പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മക്കൾക്ക് വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു വാശിയാണ്. ചില ആൾക്കാർക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് എല്ലാവർക്കും ഒരു വാശിയാണ്. ഇത് തന്നെ നടക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, അതായത് മക്കളായാലും ശരി, ആരായാലും ശരി, നമ്മുടെ വരുതിക്ക് വരുന്നില്ലെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ അവരോട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ മക്കളെ എന്ന് പറയാ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴെങ്കിലും നന്നായിട്ടാകുമ്പം അവർ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് ഇതിലേക്ക് വരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ പോലെയല്ല. അവരൊരു വേറെ തലത്തിൽ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സംശയത്തോടു കൂടിയാണ് അവരെ എല്ലാവരെയും നോക്കുന്നത്. നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നീട്ടിയ അവന്മാരെല്ലാം കഞ്ചാവായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനോട് മുടി നീട്ടരുത്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നടക്കരുത് എന്നൊന്നും പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അവരെന്താണ് കേൾക്കാത്തത്? അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവർക്ക് വീട്ടിലിങ്ങനെ അടച്ചുകൂടിയിരിക്കാൻ കഴിയില്ല. അവർക്ക് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനോ അമ്മയും ദേഷ്യം വന്നിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ മരിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. എന്തിനാണ് ഇപ്പോഴും ആ ഒരു ചെറിയൊരു പ്രശ്നത്തിൻ്റെ മുകളിൽ പോയിട്ട് മണ്ണെണ്ണ എടുത്ത് ഒഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ തീപ്പെട്ടി എടുത്തിട്ട് ഇങ്ങനെ കത്തിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പം എന്തായി, ആ ഒരു പാവ മനുഷ്യൻ, അതാണ് ഏറ്റവും വലിയ രസമാണെന്ന്. എന്താ വെച്ചാൽ ആ പാവ മനുഷ്യൻ ആവശ്യമില്ലാതെ ഇവരുടെ ഇടയിൽ പോയതാണ്, രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചാണ്. ഇപ്പം അയാളും കൂടി പോണ്ടി വന്നില്ലേ? അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്നറിയാം. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ സാമ്പത്തികപരമായിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പരാധീനയിൽ തന്നെയാണ്. ഇതൊന്നും ആരോട് പറയാൻ കഴിയില്ല. ഇതിൻ്റെയൊക്കെ ദേഷ്യങ്ങൾ തീർക്കുന്നത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ അടുത്താണ്. തൻ്റെ ജീവിതം കൊണ്ട് തനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല, അതുമാത്രവുമല്ല തനിക്ക് പിന്നെ ഉദ്ദേശിച്ച പോലെ ജീവിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ തനിക്ക് ഉദ്ദേശിച്ച പോലെയുള്ള ഭർത്താവിനെ കിട്ടിയില്ല. ഇങ്ങനെയുള്ള കുറേ പരിതപിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടികളൊക്കെ തീർക്കുന്നത് പിന്നെ ആരുടെ അടുത്താ? മക്കളുടെ അടുത്താണ്. അതായത് നീ ഇറങ്ങിപ്പോകരുത്, നീ അങ്ങോട്ട് പോകരുത്, നീ ഇങ്ങോട്ട് തിരിയരുത്, നീ അവിടെ കിടന്ന് പഠിച്ചോളണം, നീ ഇവിടെ കിടന്ന് പഠിച്ചോളണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ ക്രൂശിക്കുകയാണ്. അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, ഒരു സ്നേഹവും ഇല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവിതം, ആ കഷ്ടപ്പാട്, ആ ദുരിതം, ഇത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കുന്നതാണ് ഈ കുട്ടികളുടെ അടുക്ക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ്, അതായത് നിങ്ങൾക്ക് പല ദേഷ്യങ്ങളും ഉണ്ടാകാം, അതുപോലെ നിങ്ങളുടെ ഭർത്താവിനോടുള്ള ദേഷ്യമുണ്ടാകാം. നിങ്ങൾ അതൊന്നും തീർക്കേണ്ടത് ഇമാതിരി തൊട്ടിത്തരം പരിപാടി ചെയ്തിട്ടല്ല. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. പണ്ടൊരിക്കൽ തിരുവനന്തപുരത്ത് നിങ്ങൾ കണ്ടതല്ലേ, ഭാര്യയും ഭർത്താവും കൂടിയിട്ട് പോലീസിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് മരിക്കും എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അവിടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും, ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതായി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴവന്മാർ എന്ന് പറഞ്ഞാൽ അവന്മാർ ജീവിക്കുന്നുണ്ട്, ശരിയാണ്. അവർക്ക് ഒരുപാട് മനസ്സിൽ കുറച്ച് വിഷമലുണ്ടാകും. പക്ഷെ കുറേ നാൾ കഴിഞ്ഞാൽ ഇതും മറക്കും. അതുകൊണ്ട് നിങ്ങൾ ആരോടാണ് നിങ്ങൾ ദേഷ്യം തീർക്കുന്നത്? ഈ മക്കളോടോ? അതാണ്. അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുക, എന്നാൽ തങ്ങൾക്ക് കഴിയാത്ത സംഭവങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുക, അങ്ങനെ അവരിലൂടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുക, ഇതല്ലേ വേണ്ടത്. അതിന് പകരമായിട്ട് ഇതൊരു ഭയങ്കരമായിട്ട് പ്രതികാരം പോലെ ചില സ്ത്രീകൾ അങ്ങനെയാണ്. വീടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വൈര്യം കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അല്ലെ നിങ്ങൾ നോക്ക്, ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ട് വീട്ടിൽ മര്യാദയ്ക്ക് സ്വൈര്യം ഭർത്താവിനും അല്ലെങ്കിൽ മക്കൾക്കും കൂടി സ്വൈര്യം കൊടുക്കാതെ എത്ര ആൾക്കാരുണ്ടെന്നറിയാം. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും അതുപോലെയുള്ളതായിരിക്കും. അതെന്താണെന്നറിയാം. എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്ക് എവിടെയും പോകാനും കഴിയില്ല, തങ്ങൾക്ക് എവിടെയും നേടാനും കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. തങ്ങൾക്ക് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ കുറ്റം പറയലെന്ന് പറഞ്ഞാൽ പിന്നെ വെറുപ്പായിട്ട് അങ്ങ് മാറും. ആ വെറുപ്പ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതുപോലെയുള്ള ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഭയപ്പെടുത്താൻ ചെയ്തതായിരിക്കാം, ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാരണം 15 വയസ്സുള്ള മകനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ 15 വയസ്സുള്ള മകനോടാണ് ദേഷ്യം വന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ.
അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പരാധീനതയും, ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒന്നും യൂസഫ് അലി ഒന്നും ആകാൻ കഴിയില്ല. എല്ലാവരുടെ ജീവിതത്തിലൊന്നും അങ്ങനെ അങ്ങ് വെളിച്ചം വന്നു വരില്ല. ഒരുപാട് കഷ്ടപ്പാടുകളും ഇതൊക്കെ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടൊക്കെയാണ് പലരും കുടുംബം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മൾ ഈ കണ്ട സീരിയലും പിന്നെ വ്ളോഗിങ്ങും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, ഇവരുടെയൊക്കെ ജീവിതം എന്ത് സുഖമാണ്, ഇവരൊക്കെ എന്ത് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യൽ മാത്രമാണ്. ഞാൻ ഇന്നലെ പോയിട്ട് ഒരു ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുത്തം പറയുമ്പോൾ സ്ഥിരമായിട്ട് അത് കഴിക്കുന്നതെന്ന് നിങ്ങളാരും കരുതരുത്. അതുകൊണ്ട് ജോലി സംബന്ധമായിട്ട് പോയി കഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതുപോലെയാണ് ജീവിക്കുന്നത്. ഒരു പ്രശ്നങ്ങളുമില്ല. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ കാണും. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവില്ല. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നുണയാണ്. നമ്മൾ രാവിലെ മുതൽ നുണയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ നമ്മൾ കുത്തിയിരുന്ന മൊബൈൽ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അയക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മോർണിംഗ് ആണോ, നല്ലൊരു രാവിലെ ആണോ? ശരിക്ക് അല്ല, കഷ്ടപ്പാടിൻ്റെ രാവിലെയാന്ന് ശരിക്കും. പക്ഷേ നിങ്ങളെന്താ അയക്കുക? ഗുഡ് മോർണിംഗ് ഇത് തന്നെയാണ് നിങ്ങളെല്ലാവരും അയക്കുക. അതുപോലെ ഗുഡ് നൈറ്റ്, നല്ല രീതിയിൽ ഉറക്കമാണോ നിങ്ങൾക്ക്? കാരണം 100 കൂട്ടം കാര്യങ്ങളുണ്ടാകും. ബാങ്ക് ലോണ് മുകളിലുണ്ടാകും. അതുപോലെ ജോലി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം വേറെ ഉണ്ടാകും. അയ്യോ മഴ വരുമോ എന്നുള്ള പ്രശ്നം വേറെ ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രശ്നവും കുറച്ചെങ്കിലും പ്രശ്നമില്ലാത്തത് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമാണ്. ബാക്കി എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ തന്നെയാണ്. അങ്ങനെ വിഷമമുള്ളവരും രാവിലെ തന്നെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് ഇത് തന്നെ പറഞ്ഞിട്ടാണ്. അത് മാറ്റണം. നിങ്ങൾ ബാഡ് മോർണിംഗ് ആണെങ്കിൽ ബാഡ് മോർണിംഗ് തന്നെ പറയണം. അതായത് എനിക്ക് കഷ്ടപ്പാടിൻ്റെ മോർണിംഗ് ആണ്, ഞാൻ ഗുഡല്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അതാണ് വേണ്ടത്. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഉറങ്ങുന്ന വരെ നുണയും പറഞ്ഞ് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ നമ്മൾ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അതൊന്നും അല്ല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 15 വയസ്സുള്ള മക്കളോട് ദേഷ്യം വന്നിട്ട് ഇതുപോലെ കളിക്കുന്ന അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പമ്പര വിഡ്ഢികളാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്? അതായത് ഈ മകനെ പാഠം പഠിപ്പിക്കാൻ, ഈ 15 വയസ്സുള്ള മകനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അവൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ കാര്യത്തിനും അവൻ പൊയ്ക്കോട്ടെ എന്ന് വെക്കുക. അല്ലാതെ അവൻ എവിടെയെങ്കിലും മോശമായിട്ടുള്ള വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ തിരുത്തുക. ഇനി അങ്ങനെയും തിരുത്തിയിട്ട് ശരിയാകുന്നില്ലെങ്കിൽ അങ്ങ് ഒഴിവാക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പുറകെ പോയിട്ട് അവനെ നന്നാക്കാൻ നിങ്ങൾക്ക് കഴിയോ? ചില അച്ഛനമ്മമാരുടെ മക്കളെ വരച്ച വരയിൽ നിർത്തിക്കണം എന്നാണ് അവർ പറയുന്നത്. അതായത് അവർ അനങ്ങാൻ വിടൂല ആ വരച്ച വരയെന്ന്. അതാണ് പറയുന്നത്. ആ ചെറുക്കൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക 50 വയസ്സ് വരെ ഇങ്ങനെ നിൽക്കലാന്ന്. എന്തുകൊണ്ടാണെന്നറിയാം, അവനെ വരച്ച വരയിൽ അമ്മയും അച്ഛനും നിർത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ലൈഫ് കൊഞ്ഞാട്ടയാക്കുന്ന ആൾക്കാരും ഉണ്ട്. അതല്ല വേണ്ടത്. മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറൂരി വിടണം എന്നല്ല പറയുന്നത്. അവരെ സ്വയമായിട്ട് എന്താ വെച്ചാൽ, പണ്ട് TG രവി എന്ന് പറഞ്ഞ നടനുണ്ട്, നമ്മളെ TG രവിനെ അറിയാലോ, വില്ലൻ വേഷങ്ങളിൽ ഇത് അഭിനയിക്കുന്നത്. അയാൾക്ക് 3 മക്കളാണ്. അയാൾക്ക് വില കൂടിയ കാറുകൾ അയാളുടെ വീട്ടിലുണ്ട്. ഒരു 3-4 കാറുണ്ട്, ഒരു 2 പിന്നെ ഡ്രൈവർമാരുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അയാളുടെ മക്കൾ ശ്രീജിത്ത് രവി അടക്കമുള്ള നടന്മാർ അയാളുടെ മക്കൾ പോകുന്നത് എങ്ങനെയാണെന്നറിയാം? അയാൾ ബസ്സിനാന്ന് പോകുന്നത്. അപ്പോൾ ആരോ അയാളോട് ചോദിച്ചു, ഇത്രയും കാർ ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, ഒന്ന് കൊണ്ടായിക്കൂടെ കുട്ടികളാന്ന് ചോദിച്ചപ്പോഴേ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, മറ്റു കുട്ടികളെ പോലെ അനുഭവം അവർക്ക് വേണം. അതാണ് വേണ്ടത്. ഒരാൾക്ക് ഒരു അനുഭവമാണ് വേണ്ടത്. അപ്പോൾ മാത്രമേ അയാൾക്ക് പച്ച പിടിക്കാൻ കഴിയുള്ളൂ. പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല കേട്ടാ, നമ്മൾ നന്നാകാൻ കഴിയുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ഇടയിലും വന്നിട്ട് ചിലപ്പോൾ ചില ആൾ കമൻറ്റ് ചെയ്യും, നിനക്കെന്താടാ ഇത് പച്ചയോട് എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോ, മറക്കണ്ട. നന്ദി, നമസ്കാരം.